ഇതിന് കുറെ ആളുകൾ ഒരു വർഗീയ സംഘർഷത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഒരു വർഗീയ സംസാരമാണ് ഇന്ന് സംസാരിച്ചത്. അവിടെ 1 മണിക്കൂർ പോലീസ് അതിന്റെ കൂടെ നിന്നു. ഇതിപ്പോ പോലീസ് ചെയ്തേക്കുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ താൽക്കാലികമായി ഇന്ന് പൊളിക്ക് നിർത്തിവെച്ചേക്കാണ്. അപ്പൊ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പൊളിച്ച് ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കണം. ഇന്നലെ വരെ ഈ ക്ഷേത്രത്തിൽ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ആ ഒരു കുടുംബം മാത്രമാണ് ക്ഷേത്രം നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു സംവിധാനം പുറപ്പെട്ടത്. അവര് പിന്നെ പൊളിക്കാൻ പറ്റൂല, എടുക്കൂലെന്നും പറഞ്ഞ് വന്ന് മുദ്രാവാക്യം വിളിയും. എല്ലാം BJP-യുടെ പ്രവർത്തകരാണ്. ഞങ്ങൾക്കതില്ല. ഞങ്ങളിവിടെ ഇപ്പോ ഞങ്ങള് പല പാർട്ടിപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ ഇതിപ്പോ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു വർഗീയ സംഘർഷം, ഒരു ക്രമസമാധാന പ്രശ്നം നിലനിൽക്കും. അത് പരിഹരിക്കാൻ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അകത്ത് നിൽക്കുന്ന യുവമോർച്ചയുടെ പ്രവർത്തകരാണ് ഈ വർഗീയത ഇവിടെ നിന്ന് സംസാരിച്ച് ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നത്. സ്നേഹ, എന്തായാലും ഈ ഒരു അസാധാരണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനെ പോലീസ് വളരെ സംയമനത്തോടുകൂടി തന്നെയാണ് പോലീസ് നിയന്ത്രിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ഇവിടുന്ന് നീക്കുകയാണ്. ഇന്നെന്തായാലും ഈ കല്ലറ പൊളിക്കുന്നത് പോലീസ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ട്. ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്ന് അസിസ്റ്റന്റ് കളക്ടർ ആൽഫ്രഡ് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ അത് ഇവിടെ നിൽക്കില്ല. കാരണം പോലീസിന്റെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ കയ്യിൽ നിൽക്കില്ല. അത് പലതരത്തിലേക്ക് അത് പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പോലീസ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കൊരു പ്രതികരണത്തിലേക്ക് പോകാം. എങ്ങനെ മരണപ്പെട്ടു അതേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ആചാരങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഞങ്ങൾ ഇവിടെ തടസ്സക്കാരല്ല. പിന്നെ ഇവിടെ പറയുന്നത് പോലെ ഹിന്ദുവോ മുസ്ലിമോ ഒന്നുമല്ല. ഞങ്ങളെല്ലാം ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങളിപ്പോൾ പെട്ടെന്ന് ദിവസം ഒരു രാവിലെ കഴിച്ചപ്പോൾ ഒരാൾ മരണപ്പെട്ടു എന്നൊരു പോസ്റ്റർ കാണുന്നു. അങ്ങനെ എവിടെയെങ്കിലും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്? ഒരാൾ പോലും അറിയാതെ ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ല, എല്ലാവരെയും അവിടുന്ന് പുറത്താക്കിയ ഒരു വിഭാഗം ആളുകൾ അകത്ത് നിൽക്കുന്നു എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അതെ, അത് RSS ആണ് നിൽക്കുന്നത്. അവരെ പുറത്താക്കണം. അവർ RSS-ഉം BSDP-യുടെ നേതാക്കളുമായിട്ടുള്ളവരാണ് അവിടെ നിൽക്കുന്നത്. അവരാണ് നിൽക്കുന്നത്. അവരെന്താണ് പോലീസ് മാറ്റാത്തത്? അതാ ഞങ്ങൾ പോലീസിനോട് ചോദിക്കുന്നത്. ഞങ്ങൾ ഉണ്ടാക്കി ഇതിൽ നേട്ടം കൊയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണ്. പോലീസ് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ വന്ന സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കാമെന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പോലീസിന് നല്ല വിശ്വാസമുണ്ട്. പോലീസ് നല്ല തീരുമാനമെടുക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പോലീസ് കൃത്യമായ അതിലൊരു നിലപാടെടുത്താൽ മാത്രം മതി. ഞങ്ങൾക്ക് അതിലൊന്നും വേറെ ഒരു 1-2 മണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരുമല്ല. അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നവർ. അവരാണ് വർഗീയത പറയുന്നവർ. അവരാണ് ഹിന്ദുവും മുസൽമാനും എന്ന് പറഞ്ഞ് വേർതിരിച്ച് ഇവിടെ പുറത്തു നിൽക്കുന്നവരെ കാണുന്നത്. അങ്ങനെ ഇല്ല. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവരും ഒന്നുപോലെയാണ്. ഹിന്ദുവായാലും മുസൽമായാലും എല്ലാം ഞങ്ങൾക്ക് ഒന്നുപോലെയാണ്. അതേ ഉള്ളൂ. ഞങ്ങൾക്ക് അയാൾ അവിടെ ഉണ്ടോന്ന് അറിയുക, ഇതെങ്ങനെ മരണപ്പെട്ടു, അത്രേ ഉള്ളൂ. അതിലും ഞങ്ങൾക്ക് വേറെ അവരുടെ ആചാരങ്ങൾക്കോ മറ്റു പ്രവർത്തനങ്ങൾക്കോ ഒന്നും ഞങ്ങൾ തടസ്സമല്ല. പിന്നെയും പറയണം, ഞങ്ങൾ തടസ്സമല്ല. എന്ത് പ്രവർത്തനവും ചെയ്യട്ടെ. അവിടെ കോവിലോ എന്തോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും കേട്ടെ, അതിനൊന്നും പ്രശ്നമല്ല. അദ്ദേഹം അവിടെ ഉണ്ടോ എന്നറിയാം ആദ്യം. അതാണ് അവിടെ പൊളിച്ച് നോക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് അറിയാൻ കഴിയൂ. പിന്നെ ഇതെങ്ങനെ മരണപ്പെട്ടു എന്നറിയാം. ഇത് 2 ആവശ്യങ്ങളെ ഞങ്ങൾക്കുള്ളൂ. നാട്ടുകാരുടെ നിലയിൽ ഞങ്ങളുടെ ആവശ്യം അത് മാത്രമേ ഉള്ളൂ. സ്നേഹ, നാട്ടുകാരുടെ ആവശ്യം ഇതാണ് അവർ പറയുന്നത്. എങ്ങനെ മരണപ്പെട്ടു എന്നറിയണം. ആ സമാധി സ്ഥലത്ത് അല്ലെങ്കിൽ ആ കല്ലറയിൽ ഈ പറയുന്ന ഗോവൻ സ്വാമി ഉണ്ടോ എന്നറിയണം. ഇക്കാര്യങ്ങളാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഈ വിഷയത്തെ മുതലെടുക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ നാട്ടുകാരും ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുമൊക്കെ പറയുന്നത്. എന്തായാലും അസാധാരണമായ ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വളരെ സംയമനത്തോടുകൂടി പ്രവർത്തകരെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തേക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ സമാധി പോലീസ് ഒരു കാര്യമുണ്ട്. കാരണം ഇന്നലെ വരെ നമ്മുടെ തൊട്ടടുത്ത് താമസിച്ച ഒരാൾക്ക് എന്ത് പറ്റി എന്നറിയാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. അത് തന്നെയാണ് അവർ പങ്കുവെക്കുന്നതും. ഈ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ മറ്റ് നടപടികളിലേക്ക് കടക്കില്ല. പക്ഷേ ഇത് എന്താണ് സത്യാവസ്ഥ എന്നറിയേണ്ടതുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പോലീസിന്റെ നീക്കം? സ്നേഹ പറഞ്ഞു തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്കൊപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഈ നാട്ടിലെ ആളുകളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയാണ്. ഒരാൾ എങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ എങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അറിയുക എന്നുള്ളത് ആ നാടിനെ സംബന്ധിച്ചുള്ള ആവശ്യം തന്നെയാണ്. അത് കൃത്യമായിട്ട് ഈ നാട്ടുകാർക്ക് അറിയുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഈ നാട്ടുകാർ കൃത്യമായിട്ട് പോലീസിൽ പരാതി നൽകിയത്. ഇതിനകത്ത് ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് ഈ നാട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മാൻ മ്യൂസിക്കിന് കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്തത്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കല്ലറ പൊളിക്കാനായിട്ട് ഇവിടേക്ക് വന്നത്. ആ കല്ലറ പൊളിക്കാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ള നിലപാടാണ് ആ വീട്ടുകാരും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും സ്വീകരിച്ചത്. നമ്മൾ കണ്ടിരുന്നു, അസാധാരണമായ ചില രംഗങ്ങൾ കണ്ടിരുന്നു. ആ വീട്ടുകാരെ പിന്തുണയ്ക്കുന്ന ആ പ്രവർത്തകർ, ഹിന്ദു ഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ആളുകൾ ഇവിടേക്ക് വരികയും അവർ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ കുടുംബത്തെ പിന്തുണച്ച ആളുകൾ ഇവിടുന്ന് മടങ്ങിപ്പോവുകയാണ്. എന്തായാലും തീർത്തും അസാധാരണമായ ചില സാഹചര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടിരുന്നു. ഇപ്പോൾ ഇവരിവിടുന്ന് മടങ്ങുകയാണ്. അവരുടെ കുടുംബത്തിന്റെ അഭിഭാഷകനാണ് ഇവിടുന്ന് ഇപ്പോൾ മടങ്ങിപ്പോകുന്നത്.
അവർ പറയുന്നത് എന്തായാലും ഒരു തരത്തിലും ഈ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ആ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് മറ്റൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പോലീസ് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം നാട്ടുകാർ അവിടെ ഇവിടെയും മുഖാമുഖം നിന്ന് ഒരു പോർ വിളിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നിന്ന് പോർ വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇത് നമ്മുടെ കേരളത്തിലാണല്ലോ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുമോ എന്നുള്ളതുപോലും നമുക്ക് ചിലപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒരു അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കുറേയധികം മനുഷ്യന്മാർ പോർ വിളിക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേര് രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഈ സാഹചര്യം കാണുമ്പോൾ മനസ്സിലാകും. വിശ്വാസത്തിന്റെ പേരിൽ കുറേയധികം ആളുകൾ മുതലെടുക്കാൻ വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഈ രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ ചില ആളുകൾ അതിനെ അവർ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. എന്തായാലും തീർത്തും അസാധാരണമായ സാഹചര്യങ്ങൾ, തീർത്തും അസാധാരണമായ രംഗങ്ങളൊക്കെയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കല്ലറ പൊളിക്കുന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ കല്ലറ പൊളിക്കില്ല. മറ്റൊരു ക്രമസമാധാന പ്രശ്നം, ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ അത് പോലീസ് വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല. കാരണം അത് മറ്റ് പല തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്തായാലും അതിലൂടെ ഉടലെടുക്കും. അതിലേക്ക് പോകാതെ വളരെ രമ്യമായിട്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനാണ് നിലവിൽ പോലീസ് ആലോചിക്കുന്നത്. ഇപ്പോൾ കുടുംബത്തിന്റെ അഭിഭാഷകനെയും 2 മക്കളെയുമായിട്ട് ഇപ്പോൾ ഈ പോലീസ് അവിടുന്ന് പോവുകയാണ്. ഒരു പക്ഷേ നെയ്യാറ്റിൻകര പോലീസ്